ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതായ അയല കറി ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. ഞാനൊരു 1/2 kg അയല വെച്ചാണ് ഈ കറി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ ചേർത്തു. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഹോൾ ഉലുവ മുഴുവനായിട്ടുള്ളത് ചേർത്ത് അതൊന്ന് പൊട്ടട്ടെ. ഉലുവ പൊട്ടി അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ചെറിയ ഉള്ളി, ഇതിൻ്റെ കളറൊന്ന് മാറിയാൽ മതി. ഒത്തിരി അങ്ങനെ ബ്രൗൺ ഒന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. ഓക്കെ, അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ജിഞ്ചർ അരിഞ്ഞത് ചേർക്കുന്നു. അതോടൊപ്പം ഞാൻ ഒരു 2 തണ്ട് കറി ലീഫ് ചേർക്കുന്നു. ഞാനിപ്പം ഈ വെളുത്തുള്ളി ഞാനിപ്പോഴല്ല ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി ചേർത്തു. തീയെന്ന് കുറച്ചു. അതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂണ്, 3.5 വലിയ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. എരി കൂടുതൽ വേണമെന്ന് താല്പര്യമുള്ളവർ 1.5 ടീസ്പൂണ് മറ്റേ മുളക് പൊടി, നോർമൽ മുളക് പൊടി ചേർക്കാം. അത് വേണ്ടാത്തവർക്ക് സ്ട്രെയിറ്റ് അവേ ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതി. ഇതിൻ്റെ വെള്ളം ഇത് ചെയ്തു. അതിലേക്ക് ഒരു അല്പം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നു. അതായത് ഈ എണ്ണ ഒന്ന് മേളിൽ വരുന്നിടം വരെ ഇത് കുക്ക് ചെയ്യുക. ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലും എല്ലാം നല്ലതായിട്ട് ഓയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 കൊടംപുളി അതെ, അത് ഞാനൊരു 10-15 മിനിറ്റ് നേരം ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തത് ചേർക്കുന്നു. 1 2 3 4 എണ്ണ ചേർത്തിട്ടുള്ളൂ. അഥവാ ഇനി കുക്ക് ചെയ്ത് കഴിഞ്ഞ് നല്ല ഭയങ്കര പുളിയാണ് എങ്കിൽ അത് ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന പുളിയുടെ ഇതുപോലെ ആയിരിക്കും, എടുത്ത് മാറ്റി കളഞ്ഞാൽ മതി. ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണ് സോൾട്ട് ചേർക്കുന്നു. അതും പിന്നെ നമുക്ക് നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ ആഡ് ചെയ്യാം. ഇനിയും നമ്മൾ ചെയ്യുന്നത്, ഞാൻ മീൻ ഇതിലേക്ക് ഇടുകയാണ്. ഞാൻ മീനെല്ലാം ഇട്ടു. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഞാൻ, അതായത് ചൂടുവെള്ളമാണ്, പച്ചവെള്ളമല്ല, ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇത് നമ്മൾ മൂടി വെച്ച് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പം ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഗാർലിക് അത് നമുക്കിടണം. അത് ഞാൻ കാണിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ തീ നല്ല ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരുന്നത്. മീൻ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു
ഒരു 8-10 എന്താ ഗാർലിക്ക് ഇങ്ങനെ ഇതേപോലെ അരിഞ്ഞിട്ട് ഇതിനകത്ത് ചേർക്കാം. എന്നിട്ട് അതിനകത്ത് അല്പം കറി ലീഫ് കൂടെ ചേർക്കുക. പിന്നെ ഇത് വെച്ചിട്ട് തീയ് മീഡിയം ഫ്ലെയിമിലിടുക. ഒരു 10-15 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ മീൻ കറി റെഡിയാകും. നമുക്ക് ഇപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പം നമ്മുടെ മീൻ നന്നായിട്ട് എല്ലാം പറ്റിയിട്ടുമുണ്ട്. ഇനി ഇത് ആ ചൂടിലിരുന്ന് ഒന്ന് കുറുകി ശരിയായിക്കോളും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു. പിന്നെ സ്റ്റവ് ഓഫ് ചെയ്യുന്നു. കുറച്ച് അത് തണുത്ത ശേഷം നമുക്ക് നല്ല മീൻ കറിയും നല്ല കുത്തരി ചോറും കച്ചിമോരും ഒക്കെ കൂട്ടി നമുക്ക് ചോറുണ്ണാം. അപ്പം നിങ്ങളും ഇത് ട്രൈ ഔട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന അതേ രീതി തന്നെയാണ്. പിന്നെ ഒരു വ്യത്യസ്തത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കി ചെയ്യുക.